പഞ്ചായത്ത്, മുപ്പൈനാട് ഗ്രാമപഞ്ചായത്ത്. കാട്ടൂർ ഇത് കാട്ടൂർ സ്ഥലത്തെത്തി. പക്ഷെ എന്താ പറയുക, ചെറുതായിട്ടൊന്ന് പണി പാളി. അത് മതി ഗൈസ്. ഹലോ ഗൈസ്. അതെ, ഹലോ ഗൈസ് ഉണ്ടതല്ല, അതുകൊണ്ടതാ ഫസ്റ്റ് നമുക്ക് ഓൺസൈഡ് കൊടുക്കണം. അപ്പം എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. ഏകദേശം ഒരു 4 മണി 4:30 ആയിന്, 4:45 ആയിട്ടുണ്ടാവും. അപ്പം ചുരത്തിലാണുള്ളത്, 4-ാം വളവില്. വലിയ സംഭവമൊന്നുമില്ല, നമ്മളിതിന്റെ നേരെ താഴത്താണ്. ഇതിന്റെ നേരെ താഴെ തന്നെയാണ് പോരാ. അപ്പൊ വലിയ പുതുമുള്ള എന്നാലും രാത്രി ഇവിടുന്ന് പോയിട്ടുള്ളൂ. അതും വേറൊരു കാര്യം. രാത്രി 12 മണി വരെ ഇവിടെ ചായം കുത്തിരുന്ന് വർത്താനം പറഞ്ഞേ നിന്നിട്ടുള്ളൂ. അപ്പം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ്. വലിയ തണുപ്പൊന്നുമില്ല, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ചൂടായി വരുന്നുണ്ട്. അപ്പൊ ഒരു കട്ടൻ പറഞ്ഞു, പാലില്ലാന്ന് പറഞ്ഞു. അപ്പൊ കട്ടനാക്കി. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഒന്നും കൂടി പറയുന്നു. ഇത് കാണുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾ നിശാല് ഇർഷാദ് കൂർക്കം വലിച്ച് കേലൊലിപ്പിച്ച് കിടന്നവർ കഴിയും. ഓരോട് കൂടി പറയുന്നു, എണീറ്റ് പോകുന്ന ആയിക്കളെ, നടക്കാനോ അല്ല ഓടാനായിട്ട് പോകും. കുമ്പാര അരക്കാര് നീ ചത്തുപോടാ. അപ്പം സ്വഭാവം ഉണ്ട് കേട്ടോ. നിഷാദ് അവരൊക്കെ പേര് മെൻഷൻ ചെയ്ത് പ്രത്യേകിച്ച് പറയുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. അതിനെക്കൂടെ ഇങ്ങനെ ഒരു മയത്തിൽ അങ്ങനെ വിട്ടു പിടിച്ചിരിക്കുന്നു. നല്ല രാത്രി അത്യാവശ്യം തിരക്കുണ്ട്. കാരണം പെരുന്നാളിന്റെ ഒരു നൈറ്റ് ആയതുകൊണ്ട് ഒരു തിരക്കുണ്ടായിരുന്നു. ബീച്ചിലേക്ക് പോകാനാണ് വിചാരിച്ച്. ബീച്ച് നടന്നില്ല. അല്ല, കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാൾ പോയിട്ട് ബീച്ചിൽ അടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ബീച്ച് വരെ പോയിട്ട് ഞങ്ങൾ വണ്ടി വെക്കാൻ സ്പേസ് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ പ്രാവശ്യം ബീച്ച് വേണ്ടാന്ന് വെച്ച്. മച്ചു കാടമുട്ട ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നും കൂടി പറയുന്നു, ഇത് ഞങ്ങൾക്ക് ഒരു പുതുമുള്ള കാര്യമല്ല. ഞങ്ങൾ ഇതിന്റെ നേരെ താഴത്തുള്ള തന്നെയാണ്. നമ്മുടെ സ്പോട്ട് റഫീഖ് അതിന്റെ ആയിരുന്നു. ഞാൻ കുറച്ചും കൂടി അപ്പുറത്തേക്കുള്ള മൂപ്പര് ഇവിടെ തുറന്നിട്ടില്ല. മൂപ്പര് ഊഞ്ഞാലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ചായം കുടിച്ച് ഊഞ്ഞാലൊക്കെ അടി ഒരു പയമ്പരിക്ക് അടിച്ച് പോക്കായിരുന്നു. അതെ, എന്തായാലും മൂടാണ്, കുഴപ്പമൊന്നുമില്ല. അതെ, അപ്പൊ ഞങ്ങളിങ്ങനെ കുട്ടികൾ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ബോറാവും. അപ്പം ഇനി പോയിക്കൊണ്ടിരിക്കുമ്പോ അത്യാവശ്യം നല്ലൊരു സ്പേസ് കിട്ടുകയാണെങ്കിൽ അവിടെ നിർത്തിയിട്ട് നമ്മള് വട്ടത്തുവയിൽ എത്തിക്കുന്നു. വടുവഞ്ചാല് വട്ടത്തുവയില്. അപ്പൊ ചായ ഒക്കെ പറഞ്ഞൊക്കെയാണ്. ഓരോ പയമ്പുരി കൊടുക്കാം. മക്കളെ 10 മണി വരെ ഒന്നും കിടക്കാൻ നിൽക്കണ്ട. ഒരു 5 മണി കാമ്പൊക്കെ ഒന്ന് എണീറ്റ് ജസ്റ്റ് ഒന്ന് അങ്ങാടിക്ക് ഒന്ന് ഇറങ്ങാം. ഒടുക്കത്തെ വൈബാണ് ഉള്ളത് പറയാലോ. കിഡില മഞ്ഞും അതിന്റെ അപ്പുറം ഓരോ ചായ അടിയ, ഒരു രക്ഷയല്ല. ഓൾറെഡി ഇപ്പൊ തന്നെ 2 ചായ അടിച്ചിട്ടുണ്ട്. ഞങ്ങള് വണ്ടേക്കിഞ്ഞാല് വടുവഞ്ചാല് എത്താനിങ്ങനെ ചായക്ക് പറഞ്ഞാണ്. അത്യാവശ്യം തരക്കേടില്ലാണ്ട് മഴ പെയ്യുന്നു. മഴയല്ല, മഞ്ഞ് പെയ്യുന്നുണ്ട്. വണ്ടിന്റെ വൈസറിൽ ഫുള്ള് മഞ്ഞായിട്ട് വിസിബിലിറ്റി ഒക്കെ ഭയങ്കര ഡൗണാണ്. ആശാന്റെ ആണെങ്കിൽ ഓപ്പൺ ഫേസാ, ഉള്ള കാറ്റും പിടിച്ചും മഴയും ഒക്കെ ഫേസിലടിക്കുന്നുണ്ട്. ചായക്ക് പറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ. ചായ കുടിച്ചിട്ട് വേണം ബാക്കി. നമ്മൾ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങാനായിരുന്നു പ്ലാൻ ചെയ്ത്. പക്ഷേ വിചാരിച്ച മാതിരി നേരത്തെ ആയില്ല. പയമ്പേര് എടുത്തോ. പയമ്പേര് ചൂടുള്ള പയമ്പേര് എടുക്കാം, ചൂടുള്ള. ചേച്ചിമാരെ പരിപാടി കഴിഞ്ഞ് വരുന്നു. പള്ളിയിൽ പോവാൻ തോന്നുന്നു. പള്ളിയിൽ പോവാനൊന്നിപ്പം ഇന്ന് ഏതാ ദിവസം? വെള്ളിയാഴ്ചല്ലേ? രതീഷ് കൂടിയുള്ള കേട്ടോ. വാ
പേടിക്കണ വാ വാ. എന്താണ് പേടിത്തൂറ? അപ്പൊ നമ്മക്കേ ബാക്കി അങ്ങോട്ട് പോയിട്ട് പറയാം. അതെ, മോർണിംഗ് വ്യൂ അങ്ങ് പോവും. അത് കിട്ടാ മതി, കിട്ടണല്ലോ, അതിനാണല്ലോ നമ്മള് വന്നേ. മഞ്ഞാണോ മഴയാണോ എന്ന് അറിയില്ല, എന്തായാലും ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂക്കൊക്കെ അടഞ്ഞു പോയിരിക്കുന്നു, ഓൻ്റെതും അടഞ്ഞു പോയിരിക്കുന്നു മൂക്കൊക്കെ. അപ്പൊ പിന്നെ നമ്മള് അവിടെ ചെന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് പറഞ്ഞുതരാം. അപ്പം അവിടെ എത്തിയിട്ട് ഇനി കാണാം. അപ്പൊ ഗേസ് നമ്മള് ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല പ്ലേസ് ആയതുകൊണ്ട് ഇവിടെ നിർത്തിയതാ. ഇവിടെ ഒരു പുഴ വരുന്നുണ്ട്, ചെക്ക് പോസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വ്യൂ ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഒന്നും അല്ല കേട്ടോ, ഇത് എനിക്കൊന്ന് ക്യാമറയിൽ ഇത് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. നല്ല അടിപൊളി വ്യൂ ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ആണ്. ഇനി ഗൂഡല്ലൂരിലേക്ക് ഒരു 38 കിലോമീറ്റർ ആണാലും കാട്ടുന്നത്. ആനന്റെ ഒക്കെ ചിത്രം ഉണ്ട്, ആന ഉണ്ടോന്ന് അറിയില്ല, ഉറപ്പിക്കണ്ട, പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം. ആന കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ ആനന്റെ പിന്നെ ചാടിയതാനായിട്ട്. അവനെ ഇതിന്റെ മുന്നേ വന്നിട്ടുണ്ട് ഇർഷാദാണ് ഈ സ്പോട്ട് ഫസ്റ്റ് പോയത് കൊണ്ടാണ് നമ്മള് രാവിലെ ഇറങ്ങിയത്. ഞാൻ നൈറ്റ് ആയിരുന്നു പോയത്. പക്ഷെ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്ര വൈബാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വെള്ളച്ചാട്ടം കണ്ടില്ല, മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. മഴ കൊണ്ട് തോന്നുന്നു. ആ ഒരു മരം എന്തിനു മര? ആ ഒരു മരം അറിയില്ല. അത്യാവശ്യം പുരയ്ക്ക് പറിച്ചുകൊണ്ട് വരാൻ പറ്റുകയാണെങ്കിൽ പറിച്ചുകൊണ്ട് വരാൻ. പണ്ടിന്റെ അമ്മനെ ഊട്ടിക്ക് കൊണ്ടുപോയിരുന്നു ഒരു ദിവസം. ഊട്ടിയില് നമ്മള് ഗാർഡൻ ഉണ്ടല്ലോ, ഊട്ടി ഗാർഡൻ, അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് പൊന്നു മോനെ ഞാൻ ഇമ്മനെ കൈ പിടിച്ച് നടക്കായിരുന്നു. പണ്ട് ചെറിയ മക്കളെ കൈ പിടിച്ച് നടക്കുന്ന മാതിരി ഞാൻ ലാസ്റ്റ് ഇമ്മന്റെ കൈ പിടിച്ച് നടന്നു. ഒരു ചെടി കണ്ട അതൊക്കെ പറിക്കാൻ പോവാ. ഒരു ചെടി വിടണ്ടേ, ഒരു ചെടി കണ്ടാൽ എല്ലാം പറിക്കണേ. ഇതിനെടുത്ത് കാറിൽ വെക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇമ്മ ഇത് നമ്മള് റോഡ് സൈഡിൽ ഇത് കാണുന്ന മാതിരി ഇത് പറിച്ചു കൊണ്ടുപോലും എടുക്കൂല, ഇതൊക്കെ ഓല് ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുന്നതാണ്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഊട്ടി പോയില്ലേ, അപ്പൊ ഉണ്ട് ഒരു താത്ത നടന്ന് അങ്ങനെ കൊമ്പ് ഇങ്ങനെ പറക്കിണ്ടായിരുന്നേ. കൊമ്പ് കൊണ്ടുപോയി കുത്താനേ. നമ്മള് മലയാളി ഉമ്മമാരുടെ ഈ താത്തമാരൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ ഓലയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നാല് ഇവിടെയുള്ള കാട്ടും പടലും എല്ലാം കൂടി ഒക്കെ പൊറുക്കിക്കൊണ്ടു. ഊട്ടിക്കുള്ള വണ്ടി അതാ പോണ. അത് ഊട്ടിക്കാണ്, നമ്മള് നീലഗിരി വരെ ഉള്ളു. വിളിച്ചിടോ. അല്ല, പെരുന്നാള് കഴിഞ്ഞ ഇനിയിപ്പോ എല്ലാരും കുറെ ഒരു ഊട്ടി പോക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇന്നും നാളെയും കൂടി സീസൺ ഉണ്ടാവും ഊട്ടി കഴിഞ്ഞ്. അതുണ്ട്, അത് നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഓറഞ്ച് പൂവില്ലേ, കോട വന്നില്ലേ. അതല്ല ഞാൻ പറഞ്ഞു, കോട അത്യാവശ്യം നല്ല കോട ഉണ്ട്. ക്യാമറയിൽ അത് കിട്ടുന്നുണ്ടോ എനിക്ക് മനസ്സിലാകും. വണ്ടി ഇന്ന് പോയി കെഗ്ഗിയ വണ്ടിയായിരുന്നു. നല്ല പെരുന്നാളൊക്കെ അല്ലേ വെച്ചിട്ട് വണ്ടിയാ നല്ലോണം ഒന്ന് മഞ്ചാക്കിയത് അതിനെ. അല്ല, വണ്ടി ഈ ബോക്സ് ഉള്ളത് കൊണ്ടാണ് എല്ലാം ഫുള്ള് ഇന്റെ ചന്തിയമ്മക്കുള്ള ചെളിയാണ് ഈ കാണുന്നൊക്കെ. ഇവിടെ ഒരു എക്സ്റ്റേണൽ ഉണ്ട്, പക്ഷെ ഞാനത് ഊരി വെച്ചിരുന്നു. ഇനിയിപ്പോ എടുത്ത് കൊടുക്കണം മഴക്കാലത്തെ ട്രിപ്പിന്. നല്ലനാ. എന്റെ മോനെ കാട്ടൂർ ഇത് കാട്ടു, ഇത് വേറെ വൈബാട്ടോ. ഇത് നീക്കണ്ട്. എന്താ ഞാൻ പറയണ്ടേ, നിങ്ങള് വരണം, അത് കാണണം. മോർണിംഗ് വന്നാൽ ഇങ്ങനത്തെ ഒരു വൈബായിരിക്കും, ഈവനിങ് വേറൊരു വൈബായിരിക്കും. ഞാൻ അന്ന് ഈവനിങ് ഇവിടെ ചായ കുടിക്കാനുള്ള സ്പോട്ട് ഉണ്ട്, അവിടെ ഞാൻ ഇങ്ങനെ കമ്പനിക്കാരപ്പുറം വന്നപ്പോ സംഭവം എന്താ പറയുക, മഞ്ഞ് കോടയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു ഗോൾഡൻ ഹവർ ഇല്ലേ, ഈ സൂര്യന്റെ ഒക്കെ ഒരു ഗോൾഡ് വെയിലടിക്കുന്ന ഒരു ഫീല്. ഈവനിങ് ഇങ്ങനെ നിന്ന് നമ്മളെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, അവന്റെ ഒരു സ്പോട്ടിലൊക്കെ പോയിട്ടാണ് ഞങ്ങള് അന്ന് പോയത്. നൈറ്റ് ആയിക്കുന്ന റിട്ടേൺ പോയപ്പോഴാണ്. ഇതെന്താണ് കിളിയായി? ഞാൻ വിചാരിച്ചാറ് ഫിസിലടിക്കാൻ. എന്റെ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് അത് പോവാല്ലേ.
അത് ഞാൻ പറഞ്ഞ നല്ല ഈ പൂവും ബേക്കിലുള്ള കോറിന്റെ അവിടെ വണ്ടി ആയിരുന്നേ സ്പോട്ടിൽ കൂടെ വണ്ടി ആയിരുന്നു കൂടെ അടിപൊളിയാണ്. അപ്പൊ പല പോരായ്മകളും ഉണ്ടാവും, ഒക്കെ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ വീഡിയോ അത്ര എന്റർടൈൻമെന്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഒന്നുമില്ല. നമ്മളിതിന് മൈക്ക് എടുക്കുക, വീഡിയോ എടുക്കുക, ഇറങ്ങുക, അത്ര വേസ്റ്റുള്ളൂ. പിന്നെ പ്ലാസ്റ്റിക് ഇവിടെ ഒന്നും ഇടാൻ പാടില്ല. 1000 രൂപ വെച്ച് ഫൈൻ ഉണ്ടാവും. പ്ലാസ്റ്റിക് ഇട്ടാലേ നീ പാസ് ഒന്നും ഇല്ലാണ്ട് ബാധക്ക് വരരുത് കേട്ടോ. എല്ലാരും ഈ പാസ് എടുത്തോളാം. തന്നെ ഈ പാസ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും. വണ്ടി ഡീറ്റെയിലും പിന്നെ കുറച്ച് കാര്യങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഈ പാസിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ പെട്ടെന്ന് എന്നെ ബുക്ക് ചെയ്യാൻ കഴിയും. ഓവർ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. തമിഴ്നാടിനും കേരളത്തിനും ഉണ്ട്, രണ്ടും ഉണ്ട്. മുന്നിൽ ഇത് ഞാൻ ഇമ്മക്ക് വേണ്ടി സമർപ്പിക്കുന്നു. കാണട്ടമ്മ, ഇനി ചെടിയൊന്നും പറിച്ചു കൊണ്ടുവരാൻ പറയരുത്. ഇവിടെ ഫുള്ള് പൂക്കളും ചെടികളൊക്കെ തന്നെ. എന്നാലും ആ മരയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ ചെറിയൊരു തൈ ഇട്ടാണെങ്കിൽ അയ്യോ ഇനി കണ്ടില്ല അതിന്റെ ഇല ഒരു പ്രത്യേക ഒരു വയലറ്റ് കളർ ഇലയാണ്. നമുക്ക് മറ്റേ എന്താ ഈ ഇതൊക്കെ ആയിട്ട് നടാൻ പറ്റുന്ന സാധനല്ലേ. എടോ ഷൂ തട്ടിയടോ, ഷൂ ആ പുല്ലുമ തട്ടിട്ട് ഉള്ളില് വെള്ളം കയറി തണുക്കണ്. കണ്ടില്ലേ ഈ ഒരു സാധനം? ഒരു എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്, ഈ പ്ലാന്റ്. ഇത് നമ്മളെ നാട്ടിൽ ഞാനാദ്യമായിട്ടാണ് കണ്ടിട്ടുണ്ട് ഈ പ്ലാന്റ്. ഞാൻ ആദ്യമായിട്ടാണ്. അത് എന്താ മുളകോ? മുളകാ? അതെന്താ കാണുന്നത് ചുവന്ന ഇതില്? ഏത് എന്താണ് അതിന്റെ ഇല എന്നാ? ഇല മുട്ടിട്ട് വരിക. ഇത് പഴയ പാലാന്ന് തോന്നിട്ട് ഇത് പുതിയ പാലം. ഇത് ഇരുമ്പിനെ കൊണ്ടൊക്കെ സെറ്റ് ചെയ്താണോ? വെള്ളത്തിൻ്റെതാന്ന് തോന്നുന്നു. പാറ്റടിക്കാൻ ഇവിടെ വെള്ളം കലങ്ങിയടാ. വെള്ളം കലങ്ങി. വെള്ളം അല്ലടാ ഇവിടെ നോക്കിയാ ഇവിടെയും കലങ്ങി. അതെങ്ങനെയാടാ ഇവിടെ കലങ്ങാണ്ട്? അടുക്ക് വെള്ളം കലങ്ങി നോക്കി. ഇവിടെ ഞാൻ പറഞ്ഞ വെള്ളം കലങ്ങി നമ്മളെ നാട്ടില് വെള്ളം വരില്ല. അടുക്ക് ഇവിടെ വെള്ളം കലങ്ങിയില്ലേ? വെള്ളം കലങ്ങിയിട്ടുണ്ട്. നോക്ക് നേരത്തെ എത്ര കലക്കല്ലായിനോ, നേരെ കലങ്ങിയില്ല. ഇത് കലക്കുണ്ടായിനോ? ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പേരൊക്കെ ഉണ്ടോ? പക്ഷെ പേരക്കല്ല. പേരക്കല്ല മരത്തിന് പേരുന്നതിനാ. പേരക്ക മരത്തിന് എന്തായാലും പറയാ. പേരക്ക മരത്തിന് പേരക്ക മരുന്ന് അല്ല, മാങ്ങ മരത്തിന് മാവ് എന്നല്ലേ പറയാ. ഞങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ്. യെസ്, അതെ. വെൽക്കം ടു കേരള. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. നമ്മളിപ്പോ വന്ന റോഡാണ് മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്തിലാ. മൂപ്പൈനാട് അല്ലേ? ഇനി വീണ്ടും വരിക മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത്. തിരിച്ചു വന്നതല്ല, ഇവിടെ വന്നിട്ട് കണ്ടിട്ട് തിരിച്ചു വന്നത്. മലയാളത്തിൽ എഴുതിയിരിക്കാം. ഇങ്ങോട്ട് വരുന്നത് തമിഴന്മാരല്ല, തമിഴിലല്ല എഴുതിയേക്കണ്ടേ? നമ്മള് മലയാളികളാണല്ലോ. അങ്ങനല്ല, അല്ല മലയാളികൾ എങ്ങനെയാന്ന് വെച്ചാല് കൂടുതലൂടെ മലയാളത്തിൽ എഴുതി, വേസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നത് മലയാളത്തിൽ എഴുതിയത്. കാരണം എന്താ, നമ്മളെ മലയാളികളായതുകൊണ്ടാണ് അങ്ങനെ എഴുതി. കാരണം ഓല നാട്ടുകാരും അങ്ങനെ വേസ്റ്റ് ഇട്ട് പോകില്ല. നമ്മളെ കൊണ്ടുള്ള ഓലൊരു ചിന്താഗതി ആയിരിക്കും. മഴ പെയ്യാണോ ഇനി മഞ്ഞാണോ എന്ന് അറിയില്ല കേട്ടോ ഗെയ്സ്. നമ്മളെ ടീമും അത്യാവശ്യം നീറ്റാണ് ഇപ്പൊ. അങ്ങനെ കംപ്ലൈന്റ്സ് ഒന്നുമില്ല. എവിടെയോ തമിഴ്നാട് പോയി ഊട്ടി കൊടൈക്കനാലിൽ പോയിട്ട് വേസ്റ്റ് ഇട്ട് പോകണ്ടെന്ന് പരാതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അടുത്ത് അതിന് മറുവായിട്ടൊരു ചങ്ങായി, അതും മലപ്പുറം വേറെ ലീഗാണുള്ള പറയാ. വേറൊരു രാജ്യമാണ്. നമ്മള് കോഴിക്കോട്ടുകാരാണ്, എന്നാലും നമുക്ക് അറിയാം. നമ്മള് കോഴിക്കോട്ടുകാരാണ്. മലപ്പുറംകാര് തന്നെ വേറൊരു ലീഗ്. ഓല് എവിടെ ചെന്നാലും മലപ്പുറംകാര് തന്നെ ഓർക്ക് ഓലേതായിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. മനസ്സിലായില്ലേ? കോഴിക്കോട്ടുകാർക്ക് മെയിൻ ഫുഡാണെങ്കിൽ ഓർക്ക് ഫുട്ബോളും കാറും. ഫുട്ബോള്, വണ്ടി, മോഡിഫിക്കേഷൻ,
അതിൽ ഓല് കൊണ്ടുപോയിക്കുന്നു. കോഴിക്കോടുകാർക്ക് ഇല്ലാന്നല്ല, കോഴിക്കോടുകാർക്ക് ഉണ്ട്, പക്ഷെ കൂടുതലും മലപ്പുറംകാർക്ക് എന്നാന്ന് തോന്നുന്നു. മലപ്പുറമാണ് നമ്മളെ നാട്ടിലുണ്ട്, മലപ്പുറത്തിന്റെ മിനി മലപ്പുറം ഉണ്ട്, പിന്നെ കൊടുവള്ളി എന്ന് പറയും. മാഫിയ മാഫിയ കൊടുവള്ളി ഞങ്ങളെ നാടാണ് മിനി മലപ്പുറം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. സെയിം മലപ്പുറത്തിന്റെ കൾച്ചറും കാര്യങ്ങളും ആ ഒരു ഫാൻസ് പരിപാടി. പിന്നെ വാർത്തക്കാരങ്ങനെ പലതും ഉണ്ടാക്കും, ഗോൾഡ് അതൊന്നും ഞങ്ങൾക്കില്ല, മാന്യരാണ്. മോനെ എനിക്ക് ഓർമ്മ ഉണ്ടോ, പണ്ട് നമ്മള് ഇവിടെ പോയിട്ട് KL-50 കൊടുവള്ളി രജിസ്ട്രേഷൻ വണ്ടിയാന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പിടിച്ച് ഫുള്ള് ചെക്ക് ചെയ്ത്. അത് ഞങ്ങളോട്ടുള്ള ബഹുമാനം കൊണ്ടാ. ബഹുമാനം കൊണ്ടാ. നമ്മളെ KSRTC എപ്പോഴാടെ ബസ് തേടുന്നുള്ള നോക്കേ ചേട്ടായി ഓടുന്നു കോഴിക്കോട്ടേക്ക്. അത് കോഴിക്കോട് ഇത് വിറയ്ക്കുന്നു. കോഴിക്കോട്ടേക്കാന്ന് തോന്നുന്നുട്ടോ ബസ് പോയത്. പിന്നെ ഊട്ടിക്ക് ഇപ്പൊ കൊറേ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാന് കഴിഞ്ഞ മുന്നത്തെ ആഴ്ച ഇവിടെ വന്നിക്കാണ്, ഊട്ടിക്ക് പോയിരുന്നു. അന്നപ്പോ നമ്മളെ KSRTC ഐരാവതൊക്കെ പോകണ്ട്. ഒന്നാമത് ഞങ്ങളൊരു ചായ കുടിക്കാൻ പോയ ഈല് പോയതാ. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, ഞാൻ ഗ്ലൗസ് എടുത്തിട്ടില്ല, ഒരു ഹുഡിന്റെ മുകളിൽ അങ്ങോട്ട് പോയി. പകുതിക്കല് ഇവിടെ ഒന്നും വലിയ സീനില്ല, അതിന് കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോ വിറച്ച് ഒരു ബസ് സ്റ്റോപ്പിൽ കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം വൈകുന്നേരത്തെ കണക്കാക്കി പോയത്. അന്ന് മൊത്തം ഞങ്ങൾക്ക് വ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. മീൻസ് ഓപ്പൺ ആയ വ്യൂസ് ഉണ്ട്, അല്ലാണ്ട് ഫോഗ് ഇറങ്ങുക അങ്ങനത്തെ വ്യൂസ് ഇല്ലേ, ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ പിറ്റേ ദിവസം ഈവനിങ് ഇങ്ങോട്ട് റിട്ടേൺ വരുമ്പോ നല്ല വ്യൂ, ഫുള്ള് ഫോഗ്, ഈ ചോര മൊത്തം പോയായിരുന്നു. അതൊക്കെ നൈറ്റ് ഇറങ്ങി ഞങ്ങള് ഇതിന് കുറച്ചപ്പുറത്ത് നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന സ്പോട്ടില് ഞങ്ങൾ അവിടെ ചായ കുടിക്കാൻ നിർത്തലുണ്ട്. അവിടെ നിർത്തിയപ്പോൾ ഒരു പറഞ്ഞത് എന്നോട്, മോനെ ഞങ്ങൾ ക്ലോസ് ചെയ്ത് 8 മണി ഏറെ കയറ്റുണ്ടാവും, ഞങ്ങൾ നേരത്തെ ക്ലോസ് ചെയ്യുന്നുണ്ട്, ആള് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് വൈകിയതാണ്. കഴിഞ്ഞ ദിവസം ആന മൂപ്പരെ പായിപ്പിച്ച്. ആന താഴത്തുണ്ട്. ആനന്റെ ഒരു പ്രശ്നമുണ്ട്, ആന ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് അവിടെ. ഇപ്പൊ ഒരു ചെറിയ മോന്റെ മരണം ഇപ്പൊ നമ്മള് കേട്ടിട്ടില്ല. ആനന്റെ വലിയ ഭയങ്കര വിഷയമാണ്. ഇയാളെ പായിപ്പിച്ച്, എന്നിട്ട് മൂപ്പരിപ്പം നേരത്തെ പൂട്ടി പോരാ. അവിടെ ഗുഡല്ലൂര് ഭയങ്കര സീനാന്ന് തോന്നുന്നു. ഈ ആനകള് നമ്മള് ഇവിടുന്ന് ടൂറിസ്റ്റുകൾ ഇങ്ങനെ കണ്ടുപോകുന്ന മാതിരല്ലേ ഈ ആനന്റെ വിഷയം. നമ്മളെ മുറ്റത്ത് കൂടെ ഒക്കെ ഒരു ആന വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോഴറിയാ അതിന്റെ ഒരു വിഷയം. അപ്പൊ അവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ടെൻഷനാണ്. സൂര്യൻ ഉദിച്ചു തുടങ്ങി. എന്നാലേ നമുക്ക് ചായ സ്പോട്ടിൽ പോവാ. നമ്മളെ നെക്സ്റ്റ് ലൊക്കേഷൻ അപ്പൊ അവിടെ എത്തിയിട്ട് ഇനി ചിലപ്പം അവിടെ എത്തിയിട്ട് ഇടാം. കാരണം എന്താ പറയുക, വെയിൽ വന്നു കഴിഞ്ഞതിനനുസരിച്ച് നമുക്ക് കോട മിസ്സായി പോകും. എനിക്കിതൊന്നും കണ്ടിട്ട് പോകാനും പറ്റുന്നില്ല. ഒരു കൊടുവാളെടുത്ത് വരാൻ, ഇതൊക്കെ വെട്ടിക്കൊണ്ടുപോയിട്ട് പുരയിൽ നടാൻ. ഇതൊക്കെടാ മഞ്ഞ് വീഴണ്ട, അതിന്റെ ഇടയിൽ കൂടെ വെയിൽ ഉദിക്കുന്നേ. മഞ്ഞ് വീഴുക, അതിന്റെ ഇടയിൽ കൂടെ വെയിൽ ഉദിക്കുക. അത് വേറെ. ഞാൻ പറഞ്ഞുതരാ, ഇത് വന്നത് എന്തായാലും മുതലായിരിക്കും. ഇനി വരാനുള്ളവരും ഞാൻ പറയാൻ നിൽക്കുക, മഴക്കാലം തുടങ്ങാൻ പോവാണ്. ആരും പുതപ്പ് മൂടിക്കോ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വന്ന് ഇറങ്ങുക. സത്യം പറഞ്ഞല്ലേ, പറയുന്ന ഞാനിപ്പോ എല്ലാ ദിവസവും വരുന്നതൊന്നുമല്ല. ഞാനൊരു ബൈക്ക് റൈഡർ ആയതുകൊണ്ട് ഞാൻ പറയാണ്, മഴക്കാലത്താണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുക. കുറച്ച് ചീച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഹീറ്റ്, ചൂട്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളില് മഴക്കാലവും പിന്നെ നമുക്കൊരു വേനൽക്കാലത്തെക്കാട്ട് ഏറ്റവും നല്ലത് മൺസൂൺ റൈഡാ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മൺസൂൺ റൈഡാ. നാച്ചുറലി ഞാൻ പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ബീച്ച് ആയിരിക്കും ഇഷ്ടം, വെള്ളത്തിനോട് ബീച്ച്. അപ്പം ചില ആൾക്കാർക്ക് കാടായിരിക്കും ഇഷ്ടം. ഞാനൊക്കെ കാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ട്രെക്കിങ്, അതാണ് നമ്മുടെ ഒരു ഫീല്. ചില ആൾക്കാർ അങ്ങനെ പോകും. എന്തായാലും രണ്ടാളാണെങ്കിലും മഴക്കാലം വരികയാണെങ്കിൽ കാട് എന്തായാലും ആസ്വദിക്കണം എന്ന് ഞാൻ പറയുന്നു. പിന്നെ ടോക്ക് പറയുകയാണെങ്കിലേ, ഇതിപ്പോ സാധാ ഞാൻ പുരയിൽ എങ്ങനെയാണോ പറയുന്നത് അതുമാതിരി തന്നെ കേട്ടോ അങ്ങോട്ട് പറയുന്നത്. മറ്റേ അച്ചടി ഭാഷയിൽ പറയാനൊന്നും എനിക്കറിയില്ല അല്ലേ. കോഴിക്കോട്ടുകാരാണ്, നമുക്ക് കോഴിക്കോട് ഭാഷ പറയാം. ആ ഒരു ഇതില് പറയാൻ മനസ്സിലാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അച്ചടി ഭാഷ ഒന്നും വെച്ച് പിടിക്കാനൊന്നും അറിയില്ല, ഇങ്ങനെ നമുക്ക് സംസാരിക്കാം നോർമലി. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് തെറിച്ചാലോ. അപ്പൊ ഓക്കെ, അപ്പം ബൈ. സ്ഥലത്തെത്തി, പക്ഷെ എന്താ പറയുക, ചെറുതായിട്ടൊന്ന് പണി പാളി. മൂപ്പര് വീട് തുറന്നിട്ടില്ല, ചെറുതായിട്ട് അല്ല പീടിയ. മൂപ്പര് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞിരുന്നു ആനന്റെ ഒരു ശല്യം ഉള്ളത് കൊണ്ട് അപ്പൊ എപ്പോഴും ഓപ്പൺ ആക്കാൻ പറ്റില്ല. ആനശല്യം ഭയങ്കര ഇടുങ്ങേറാണ്.
അപ്പം മൂപ്പര് ക്ലോസ് ചെയ്തിക്കുക. പക്ഷെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഫ്രണ്ടിലേക്ക് പോയോക്കാം. പ്രത്യേകിച്ച് നമുക്ക് വലിയ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ പോയിട്ട് നോക്കി നോക്കാം എന്താ സ്ഥിതിന്ന്. പിന്നെ ഇവിടെ ഈ പ്ലേസ് അധികം നല്ല പ്ലേസ് ആട്ടോ സ്ഥലം. ഈ വഴി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ആക്കിയിട്ട് ഈ ചായ കുടിക്കണം നിർത്താം. അവിടെ അത്യാവശ്യം നന്നായിട്ട് ഫോട്ടോ എടുക്കാനുള്ള പ്ലേസ് ഉണ്ട്, പിന്നെ അത്യാവശ്യം വ്യൂ ഉണ്ട്. ഇവിടെ വേണേൽ ഇരിക്കാനുള്ള സ്പേസ് എല്ലാം ഉണ്ട്. നല്ല വൃത്തി, നല്ലൊരു ഏരിയ ആണ്. അതാ പോണു കീരിച്ചായം പോയിക്കുന്നു. ചെറുതായിട്ടൊന്നും വെള്ളം നമുക്ക് നേരെ ഇവിടെ നേരെ നീലഗിരി ഗൂഡല്ലൂർ വെച്ച് പിടിക്കാം. ഗൂഡല്ലൂർ പോയി നോക്കിയിട്ട് അത്യാവശ്യം നോക്കിയിട്ട് നമുക്ക് ചെയ്യുന്ന വെച്ചാൽ അവിടെ നല്ല ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചായ കുടിക്കുക. എന്തായാലും ചായക്കടി ചെറിയ ചെറിയ കടികളെ കുടിച്ചിട്ടുള്ളൂ, ഇനി നല്ലൊരു കടി തിന്നണ്ടേ. വിശന്ന് തുടങ്ങിയിരിക്കണേ. പക്ഷെ അത് വിശപ്പ് സഹിക്കൂല. സത്യോ, നമ്മൾ അവിടെ നിന്നില്ലായിരുന്നോ? 3 പൊറാട്ട കയറാണ്ട് അണ്ണന് ഇതാവില്ല. ഇതിന്റെ ഉള്ളിലൊക്കെ നല്ല പൊത്തുണ്ട്, കിളികൾ. അവിടെ ഒരു ഗുഹ ഉണ്ട്. ഇത് നല്ല അടിപൊളിയാണ്. ആ റെഡിൽ കണ്ട ആ സ്ഥലം അതാ അടിപൊളിയാണ്. അത് ഇവിടെ നല്ല പൂ വെച്ചിട്ടുണ്ട്, അത് ഭയങ്കര. അപ്പം ഇത് പറിക്കരുത് കേട്ടോ, പൂ പറിക്കരുത് എന്നാണ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ തന്നെ കാണാൻ ഭയങ്കര ഭംഗി. ഇത് പറിച്ച് നശിപ്പിക്കരുത്, നല്ല വൃത്തിയുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാലും വ്യൂ ആണ്, അവിടുന്നും വ്യൂ ആണ് വരുന്നത്. നീലഗിരി ടൂറിസം മാപ്പ്. അത് അത്യാവശ്യം പ്ലാൻ ചെയ്യാവുന്നവർക്ക് ഇവിടുന്ന് ഇതിന്റെ ഫുൾ മാപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. നീലഗിരി ടൂറിസ്റ്റ് മാപ്പ്. മനസ്സിലായില്ല. അത് മനസ്സിലായില്ലെങ്കിൽ നമ്മള് മനസ്സിലായമാതിരി നിൽക്കണം. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് വലിയ പറഞ്ഞത്. ഇതെവിടെ സ്ഥലവും ഫുള്ള് നീലഗിരിയാവോ? മറ്റേ ഇതായിട്ട് കാലിക്കറ്റ് റോഡ്, മൈസൂർ റോഡ്, പയാഗര ഫാൾസ്, കല്ലട്ടി ഫാൾസ്, ബൊട്ടാണിക്കൽ ഗാർഡൻ. ഊട്ടീന്റെ നടുവിലാണ് അത് നീല കാണിക്കുന്നത് തോന്നുന്നില്ലേ? പാടിയാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള. അവിടെ നിന്ന് ഇങ്ങോട്ട് കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. വ്യൂ ഉണ്ട്. ഇവിടെ ആണ് ആന വരുന്നുണ്ട് എന്നാണ് കേട്ടോ മൂപ്പര്. അതെ, ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ ഞങ്ങള് വന്നപ്പോ അയാൾ പറഞ്ഞ ഫുഡില്ല, ചായ അല്ല, ആന ഉണ്ട് തന്നെ. അതാ ഇവിടെയാ ഈ ഒരു ഏരിയയില് ആന ഉണ്ട് എന്ന് പറഞ്ഞ മൂപ്പര്. പിന്നെ അപ്പുറത്തും ഇവിടെ കേറി വരും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല, ഇറക്കി പായ. മൂപ്പര് ഓടിപ്പിച്ചു തന്നെ, അറ്റാക്ക് ചെയ്ത്. ഈ ആനശല്യം ഭയങ്കര ഇടുങ്ങാറാണ് ഇവർക്ക് ഇവിടെ. അതുകൊണ്ടാന്ന് തോന്നുന്നു ഷോപ്പ് തുറക്കാണ്ടിരിക്കുന്നത്. നമുക്കിനി ഗൂഡല്ലൂര് പോയിട്ട് അവിടുന്ന് അത്യാവശ്യം എന്ത് ചെയ്യാൻ നല്ല കനത്തിലെന്തേ അടിക്കണം, അല്ലാണ്ട് ഇപ്പൊ വിഷ്കുണ്ട് നന്നായിട്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാല് ചായക്കടകൾ കുറവാണ് കേട്ടോ. കുറവാണ്. നമ്മൾ ഗൂഡല്ലൂര് ടൗണിലെത്തിയാല് കട ഉണ്ട്, നമ്മളെ ഫ്രണ്ടിന്റെ ഉണ്ട്. ഓനെ ഞാൻ ഇന്നലെ കോണ്ടാക്ട് ചെയ്തിരുന്നു, പക്ഷേ ഓല് ഇന്ന് പെരുന്നാളായോണ്ട് അല്ല എല്ലാരും കൂടുതൽ ട്രിപ്പിലാക്കി. പെരുന്നാളായതുകൊണ്ട് ഈവനിങ്ങേ തുറക്കൂന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞ. അപ്പം ചേച്ചിനോടൊന്ന് ചോദിച്ചു. ചേച്ചിനോട് വേണേ നമുക്കൊന്ന് ചോദിച്ചോ കേട്ടോ. ചേച്ചി, ഈ ഷോപ്പ് എപ്പോഴാ ഓപ്പൺ ആവുക? 9 മണിയാവും അല്ലേ? ഓക്കെ. ടൈം എത്രയായി? എന്റെ വാച്ചില്ല. കേട്ടോ ഗൈസ്, ടൈം ഒന്ന് നോക്കട്ടെ. 7:57 ആയിട്ടുള്ളൂ. 8 മണിയായി. ഒരു അരമണിക്കൂറും കൂടി നിൽക്കാലോ. 8 മണി 9 മണി ആവും കേട്ടോ പറഞ്ഞത്. ആശുപത്രിയാണോ? ആശുപത്രി മീൻസ് ചെറുതായിട്ടുള്ള ഇവിടെ ഈ ചുരം മലേറിയ ആയിരിക്കാം. മെഡിക്കൽ ആരോഗ്യ കുടുംബ ക്ഷേമ വകുപ്പ്. അതെ, ആ മരം കണ്ടിരിക്കുന്നു. ഈ മരമൊക്കെ ഭയങ്കര വൈബാട്ടോ ഇവിടെ. അത് പറയാലോ. ഇവിടെ എന്താ പ്രത്യേകത അറിയോ? തണുപ്പ് കൊണ്ട് എന്തും പൂക്കും, പെട്ടെന്ന് പൂക്കും. എന്നപ്പോ പൂവായിട്ട് ഒരു കാണുമ്പോൾ നമുക്ക് ട്രാവൽ ചെയ്ത് വരുമ്പം തന്നെ അതിന്റെ ഫീൽ കിട്ടും. ഈ പച്ചൻ്റെ ഇടയ്ക്ക് ഈ ചുവന്ന പൂവും എല്ലാം കൂടി ആകുമ്പോഴേ. ആ മരമൊക്കെ അവിടുന്ന് അങ്ങനെ അവിടുന്ന് അങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്നവർക്ക് ഭയങ്കര വൈബായിരിക്കും. അതിന്റെ അടിയിലൊക്കെ മറ്റേ അതിന്റെ പൂ ഇങ്ങനെ വീണെടുത്തിട്ട് ഇങ്ങനെ അതാ ഇവിടെ കണ്ടില്ലേ? ഇതൊക്കെ മണ്ണ് കാണില്ല, ഫുള്ള് പൂവാ, ചുവന്ന കളറില്.
പിന്നെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ നെസ്ലേൻ്റെ കമ്പനിയാണത്, ഫാക്ടറി കമ്പനി. നമ്മൾ അങ്ങോട്ട് അലോഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങോട്ട് അലോഡ് എല്ലാം തോന്നുന്നു. നമ്മളെ വണ്ടി അല്ലെങ്കിൽ അവിടെ പോയിട്ട് കുറച്ച് ഫ്രീ ആയി കുറച്ച് ചോക്ലേറ്റ് വെക്കായി തന്നെ അതിനോണ്ടാവൂല അലോഡ് ആക്കാത്ത. അതുകൊണ്ടാണ് പോലെ അലോഡ് ആക്കാത്തത്. അതാ അവിടേക്കൊക്കെ കോട ഇറങ്ങിയത്. കോട വരുന്നു, കോട മെല്ലെ ഇറങ്ങി വരുന്നുണ്ട്. കാറ്റ് പിടിക്കണ്ടല്ലോ. അതെ അതെ, തണുക്കുണ്ട്. ഇനി ഇത്ര കട്ടിൽ ഉഡീസൊക്കെ ഇട്ട് കയറ്റിയിട്ട് പിന്നെ നടക്കുന്നുണ്ട്. ഞാൻ ആ കട്ടില്ലാത്തൊരു ടീഷർട്ട് എടുത്തത്. ഇതിൻ്റെ ഉള്ളിൽ ടീഷർട്ട് അല്ല, നമുക്ക് തണുക്കാനാണല്ലോ നമ്മള് വന്നേ. അപ്പൊ ഓൾറെഡി ഇങ്ങനെ തന്നെ വരണം. കോട ഇവിടേക്കൊക്കെ ഇറങ്ങി വന്നിട്ടോ ഗൈസ്, ഇവിടേക്കൊക്കെ കോട ഇറങ്ങി. ചെറുതായിട്ട് എത്തിക്കണേ, ക്ലിയർ കുറയുന്നുണ്ടാ അറിയാം. അവിടെ അവിടെ എന്തോ ഒരു സംഭവം, ഒരു ഹെറിറ്റേജ് ഉണ്ട് അവിടെ. ഇത് റൂട്ട് കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ മേലോട്ട് പോകാൻ പറ്റുമോ? പോയി നോക്കിയാലോ. അവിടുന്ന് ഒരു ബായാണോ മലയാണോ അവിടെ കൂടെ ഇറങ്ങി വന്നില്ലേ നേരത്തെ? ചിലപ്പോ ഫോട്ടോ എടുക്കുമ്പോ അവിടുന്ന് പരിപാടി ഒക്കെ ആണെങ്കിൽ നല്ല വൈബല്ല. ആനയൊക്കെ വരുന്നത് പറഞ്ഞാൽ തന്നെ നല്ല അടിപൊളി പീസ്ഫുൾ ആയിട്ട് ഇവിടെ എങ്ങനെ നിക്കട്ടോ. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, വയറിറച്ചി വന്നവന്മാരാണെ ഒരു ചാരി കസാരയും കൊണ്ടുവരിക, എന്നിട്ട് ഇവിടെ അങ്ങനെ ചാരി കസാരയൊക്കെ ഇട്ട് അങ്ങനെ കുത്തിരുന്നാ മതി. കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ പീസ്ഫുൾ ആയിട്ട് അത്ര അടിപൊളിയായിട്ട് ഇരിക്കുക. അവനോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ചായ സ്പോട്ട് ഇങ്ങോട്ട് മാറ്റിയാലോ. കുറച്ച് നമ്മള് ചുരത്ത് പോണ നേരെ ഇങ്ങോട്ടാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കും. നമ്മളെ ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ ഇവിടെ വേറെ ഒരു ഗുണമുണ്ട്. ചുരത്ത് പോണതേ 10 മണിക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മള് ചുരത്തിലെത്തിയാല് 12 മണിയാകുമ്പോ വീട്ടിലേക്ക് എത്താം. ഇത് നടക്കൂല. അങ്ങനെ വിഷയമുണ്ട്. ഇവിടെ എത്തണമെങ്കിൽ 1.5 മണിക്കൂറാണോ, ഇവിടുന്ന് റിട്ടേൺ 1.5 മണിക്കൂറാണ്. അല്ല, എന്നാലും നമുക്ക് എളുപ്പമാണ്. നമുക്ക് വരണമെന്ന് തോന്നി കഴിഞ്ഞാൽ അതിന് മാത്രം കിലോമീറ്റർ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറഞ്ഞാൽ മോർണിംഗ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും പെട്ടെന്ന് എത്തും. നമ്മളെ ടൈമിന് കണക്കാക്കി ഇറങ്ങണേ. ഞാൻ ഇപ്പോൾ പറയുന്നത് സൺഡേ ഒക്കെ നമ്മൾ ഫ്രീ ആണെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് മെല്ലനെ വണ്ടി എടുത്ത് പോന്നാൽ ഒന്ന് വൈബായി ഇങ്ങോട്ട് പോന്നാൽ ഇവിടെ വന്ന് അവിടെ ഇരുന്ന് ഇവിടെ എങ്ങനെയുണ്ടോ ഫുഡ് സെറ്റപ്പാണ്. അടിപൊളി ചായയാണ് ചേട്ടായിൻ്റെ. എന്താന്നറിയില്ല, എനിക്ക് ചേട്ടായിന്റെ ചായ കുടിക്കാൻ ഭാഗ്യല്ല. മഞ്ഞ് പെയ്യുണ്ട് പറഞ്ഞിട്ട് മഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോഴും ഉണ്ട്. ആദ്യം വിചാരിച്ചു ഞാൻ ചാറ്റൽ മഴയാണ്. ചാറ്റൽ മഴ അല്ല, മഞ്ഞ് തന്നെയാണ്. അതെ, കേക്കോ എനിക്കൊരു കേക്ക് എടുത്തോ. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കും. പിന്നെ ചായ വന്നു പോയി. ചേട്ടാ 2 കേക്ക് എടുക്കണ്ടേ? അടിപൊളി. കിട്ടിയില്ലേ? ഞാൻ ജാനപുരം. എൻ്റെ പേരാ ഇത്. ഞാൻ അന്നേ കഴിച്ചതാ. സാധനം എനിക്ക് ഇഷ്ടമാണ്. കുറുക്കനല്ലേ പട്ടിൽ. ഇന്ന് ഇവിടുത്തെ പട്ടികളൊന്നും വരാത്തേ. നമ്മളെ നാട്ടിൽ പറയുമ്പോഴേക്ക് ഓടി കൊടുത്തു വരുന്ന എടക്കെ എന്നെ ഒന്ന് കണ്ടുപരിചയം പോലില്ല. ആടാ വളഞ്ഞ കാര്യം പറയുമ്പോ ഒരു ടീമായി. സന്തോഷായോ? സന്തോഷായ? സന്തോഷായി? ഓൻ ഹാപ്പിയാ? നമ്മളിവിടെ വന്ന് ചായ പറഞ്ഞ് ചായ വന്നപ്പോ ഒരു വണ്ടിയല്ല. ഇപ്പൊ എത്ര വണ്ടിയുണ്ട്? ഇപ്പൊ ഇവിടെ ഒരു വണ്ടി, അതിന്റെ മുന്നിൽ ഒരു വണ്ടി,
ആ ലോറിന്റെ വേക്കിലൊരു വണ്ടി ആളായി, ഏകദേശം ഒക്കെ ഫുള്ള് ആളായി ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട്. ഫുള്ള് തിരക്കായി, കുറച്ച് കഴിയുമ്പോഴേക്കും ഫുള്ള് തിരക്കായി കൂടെ. ഇവിടെ ഏകദേശം ഒക്കെ ഫുള്ള് ഏകദേശം ആളായി, ഇവിടെ തിരക്കായി തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് സാറിൻ്റെ അടുത്തുനിന്ന് ഞാൻ വിളിച്ചു കൂട്ടിയിട്ട് ഒരു കടി വാങ്ങിക്കൊണ്ടുപോയി, ആള് പോയി. ഇവിടെ ഉള്ള ആൾക്കാർക്കൊന്നും കടി വേണ്ടെന്ന്. നമ്മളെ നാട്ടിലെ കുഞ്ഞു പട്ടികളാണെങ്കിൽ ഒന്ന് കറിയുമ്പോഴേക്കും ഓടി ഇങ്ങോട്ട് വരും. ഇവിടെ ഉള്ള ആളെ ഞാൻ ദൂരെ താളിച്ചിട്ട് അങ്ങോട്ട് എത്തിച്ചേന്നാ എന്നെ കണ്ടപ്പോഴേ അവന് തോന്നിക്കാണും നീ ആള്. ഇതിപ്പോ വലിയ പുച്ഛത്തോടെ എടുത്ത് നിന്ന് പോയിട്ടുണ്ട്. ആ എനിക്ക് നിർബന്ധമാണ് ഞാൻ കഴിക്കാന്നുള്ള മൈൻഡില്. അങ്ങനെ ഒരു മൈൻഡിൽ ആള് പിടിക്കുന്നത്. അവിടുന്ന് വേറൊരു ഫാമിലിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ വൈകിട്ട് വന്ന ടീമാട്ടോ, അറിയില്ല. പറഞ്ഞത് ഒരു മേപ്പാടിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു പോയി, അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ പറഞ്ഞു. ഒന്നാമത് ഇവിടെ ഭയങ്കര വൈബ്. ഇപ്പൊ കണ്ടില്ല ആ ഫാമിലി ഇത് അവിടെ നിന്ന് ഊഞ്ഞാലാടുന്നത്. അതാ ഞാൻ പറഞ്ഞേ, ഇവിടെ വന്നു കഴിഞ്ഞാല് ഓരോരുത്തർക്കും ഓരോ വൈബ് പിടിക്കാൻ പറ്റും. പിള്ളേർക്കാണെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് വേറൊരു വ്യൂ കിട്ടുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു വ്യൂ, അവിടുന്ന് വേക്കിൽ ഊഞ്ഞാല, അങ്ങനെ ഒരു വൈബ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഫുള്ളായിട്ട് വേറൊരു വൈബ് കിട്ടുന്നുണ്ട്. ചില ആൾക്കാർ തമിഴ് പറയുന്നുണ്ട്, മിക്സ് ആണ്. ഞാൻ അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ തമിഴും മലയാളവും മനസ്സിലാവും. ബോർഡറാണല്ലോ, ബോർഡറിലാവുമ്പോ അങ്ങനെ ആയിരിക്കും വരും. ഒന്നാമത് തമിഴും വരും മലയാളവും വരും, അപ്പൊ രണ്ട് ബോർഡറും കൂടി. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഏറ്റവും കൂടുതൽ മലയാളമാണ്, തമിഴിന്റെ ഒരു ചോയല്ല. അപ്പൊ രണ്ട് ബോർഡറും കൂടി മിക്സ് ആയത് കൊണ്ടാന്ന് തോന്നുന്നു മലയാളവും തമിഴും ഒരുമിച്ച് വരും. എന്തായാലും നമ്മള് ചായ പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല, ഭയങ്കര തിരക്കാണ്. എന്തായാലും ഫസ്റ്റ് ചായ നമ്മൾ തന്നെ. നമ്മള് വന്നപ്പോഴൊന്നും ഇവിടെ ആരും ഇല്ല ഏകദേശം. എന്തായാലും നമ്മൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഇർഷാദ് ഒരു കേക്ക് തിന്നിട്ടോ. ഇർഷാദ് കേക്ക് ചായന്റെ അപ്പുറം ഇനി നമുക്ക് വേറെ കേക്ക് കുടിക്കാം. കാരണം കാര്യമായിട്ട് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾ പൊളിച്ചൊക്കെ എറിഞ്ഞിട്ട് പോകുന്നു. നമ്മളവിടുന്ന് ഒരു ചായ ഒരു പഴംപൊരി എല്ലാം വെച്ച് ഇന്നലെ രാത്രി പിന്നെ ഇൻഷാല്ലാടുന്ന് ബിരിയാണി. അതാണ് ഇപ്പൊ ലാസ്റ്റ് കഴിച്ചത്. കനത്തിൽ ഇതുവരെയായിട്ട് ഒന്നും കഴിച്ചിട്ടൊന്നും. ചായ കിട്ടിട്ടോ, ഏകദേശം തീരുമാനമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റാള് വരുന്നുണ്ട് കേട്ടോ, പുച്ഛൻ വരുന്നുണ്ട്. നോക്കി നമ്മൾ നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ടേ തിരികെ നമ്മള് മൈൻഡൊക്കെ ആണെന്ന് ആളങ്ങ് പോയിക്കോ. നാണക്കാരാ, ഭയങ്കര നാണക്കാരാ. കേക്കിനൊക്കെയുണ്ട്. പഞ്ചായാണെങ്കിൽ കേക്ക് മുത്തി കഴിച്ചാ മൂടാ. വീഡിയോ അത് മതി ഗൈസ്, ഇത് മതി ഗൈസ്. മൂങ്ങേ കഥ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഫുള്ള് വൈബാണ്, ഫുൾ ഓൺ ഫുൾ വൈബ്. ഇത് പൽക്കേക്കല്ല, കടികളൊക്കെ ഇങ്ങനത്തെ കടികളാണ് കേട്ടോ. വലിയ വമ്പൻ കടികളൊന്നും പ്രതീക്ഷിച്ച് വരരുത് കേട്ടോ. ഇത് വൈബാണ് ഇവിടെ നോർമൽ. അല്ല, വൈകുന്നേരം കടി വൈകുന്നേരം ബദാം മിൽക്ക് ഉണ്ടായി. ഇത് കഴിഞ്ഞിട്ട് ഒരു ബദാം മിൽക്ക്. അണ്ണൻ ഫുൾ ഓൺ ഫുൾ പവറിലാണ്. സാധനം കിട്ടിട്ടോ, സാധനം കിട്ടി. വൈബ് കണ്ടോ, തന്നു നോക്കി. ചായ വിത്ത് വൈബ്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് നോക്കി നോക്കി. ഫുള്ളാളാ. നല്ല ചൂട് ചായ, പാകത്തിനുള്ള മധുരം, പാകത്തിനുള്ള ചൂട്, ഒക്കെ നൈസ്. ഇപ്പൊ ഏകദേശം ഫുള്ള് ഒരു തിരക്കായി തുടങ്ങി കേട്ടോ, ചെറുതായിട്ട് തിരക്കായിട്ട് തുടങ്ങി. ഇതല്ലേ ഷോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എവിടുന്ന് മാപ്പൊക്കെ നോക്കി പ്ലാൻ ചെയ്യേണ്ടവർക്ക് അങ്ങനെ പോവാം. അതാ ചെറുതായിട്ട് വൈകിട്ട് ചെറുതായിട്ട് മാറിപ്പോയാൽ. എന്തായാലും ചായ അടിപൊളിയാണ്. കണ്ട കപ്പ് കണ്ടൊക്കെ ഇതിങ്ങനെ എസ്തെറ്റിക്കാക്കി മൂപ്പര് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതാണ്. അതിന് ഒരു സൈക്കിളും, അവിടെ ഒരു സൈക്കിളും അതിന്റെ ഫ്രണ്ടിൽ തന്നെ റേഡിയോ, സൈക്കിള്,
സെറ്റിക്ക് ഒരു റേഡിയോയും എല്ലാം മൂപ്പര് സെറ്റ് ചെയ്ത് വെച്ചു. അടിപൊളി. ഇനിയൊരു കേക്കും കൂടി ആവാം അല്ലേ? കേക്ക്